നെയ്യാറ്റിൻകര ആര്യൻകോട് നടക്കാനിറങ്ങിയ വൃദ്ധനെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കിഴാറൂർ കുക്കുറാണി സ്വദേശി ഭാസ്കരൻ നാടാർ എന്ന 70-കാരനെയാണ് മർദ്ദിച്ചതായി പരാതിയുള്ളത്. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഭാസ്കരൻ നാടാരുടെ പിന്നാലെ ചെന്ന് ലാത്തി കൊണ്ട് കാൽമുട്ടിൽ മുഖത്ത് മടിക്കുകയായിരുന്നു എന്നാണ് പരാതി. എൻ്റെ അടുത്ത് ആര്യൻകോട്ട് സ്റ്റേഷനിലുള്ള ഒരു ജീപ്പ് എൻ്റെ അടുത്ത് കൊണ്ട് ചവിട്ടി പോലീസ് ഇറങ്ങി എൻ്റെ അവിടെ ചോദിച്ച് എന്ത് അവിടെ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കുന്നതല്ല, ഞാൻ നടക്കാൻ എന്നാണ് എന്നെ ഡോക്ടർ പറഞ്ഞ് നടക്കും 1 മണിക്കൂർ നടക്കണമെന്ന്. ഞാൻ ഒരു രോഗിയാണ്. അപ്പോൾ വീട്ടിൽ പോകാൻ പറഞ്ഞു. ഞാൻ വീട്ടിൽ പോരാ ഇങ്ങോട്ട് തിരിച്ചവൻ ചൂരലുകൊണ്ട് എൻ്റെ തുടയിലൊരടി അടിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നു വന്നില്ല. പിന്നെ രണ്ടാമത് ചെവി കിട്ടിയില്ല ഒരടിയാണ്. ഞാൻ പിന്നെ എനിക്ക് അവിടെ ഒരു പ്രയാസമായി അവിടെ നിന്നു. അതേസമയം പോലീസ് ആരോപണം നിഷേധിച്ചു. അരുൺ മോഹൻ ചേരുന്നു. അരുൺ, എന്താണ് ഇതിൽ പോലീസിന്റെ വിശദീകരണം? ഈ ആരോപണം ഉന്നയിച്ച ആൾ പറയുന്ന കാര്യം എന്താണ്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഈ പറയുന്ന ഭാസ്കരൻ നാടാർ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖമുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സായാഹ്ന സവാരി ആക്കിയിട്ടുള്ള ഒരാളാണ് ഈ ഭാസ്കരൻ നാടാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ വീടിന് സമീപത്തുള്ള കുക്കുറുടെ ഭാഗത്തേക്ക് നടക്കുന്ന സമയത്തായിരുന്നു ആര്യൻകോട് ഭാഗത്തു നിന്നെത്തിയ പോലീസ് ജീപ്പ് എന്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് ഇയാൾ ചോദിച്ചു. അപ്പോൾ താൻ നടക്കാൻ ഇറങ്ങിയതാണെന്ന് പറയുന്നു. എന്നാൽ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ആക്രോശിച്ച് വിടുകയായിരുന്നു. എന്നാൽ ഇയാൾ പുറംതിരിഞ്ഞ് നടക്കുന്ന സമയത്ത് പോലീസ് ഇദ്ദേഹത്തിന്റെ മുട്ടുകാലില് ലാത്തി കൊണ്ട് അടിക്കുകയും തുടർന്ന് മുഖത്ത് അടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതി. പരാതിയെ സംബന്ധിച്ച് ഇവർ ഈ പറയുന്ന മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് കുടുംബം. ഇദ്ദേഹത്തെ തുടർന്ന് മക്കൾ എത്തി ഈ പറയുന്ന പെരുങ്ങടവിള ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് എന്തായാലും ഒരു ഗൗരവമായൊരു സംഭവമാണ് നടന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. അതേസമയം പോലീസ് പറയുന്നത് ഈ പ്രദേശത്ത് അല്പം സാമൂഹ്യ വിരുദ്ധനുള്ള സ്ഥലമാണ്, അവിടെ വന്ന് ആൾക്കാരെ ഓട്ടിച്ചു വിടുക മാത്രമാണ് ചെയ്തത്. അങ്ങനെയുള്ള ഒരു പ്രദേശമായിരുന്നു. പെട്രോളിന്റെ ഭാഗമായി ഓടിച്ചു വിടുകയാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. രഞ്ജിത്ത്, ഈ അങ്ങനെ അതിൽ മാത്രം ഇത് അന്വേഷണം ഒതുങ്ങുമോ? ഇയാൾ പരാതി നൽകിയിരിക്കുന്ന ഏതൊക്കെ തരത്തിലാണ് മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും തെളിവുകൾ ഇയാളെ പോലീസ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നുണ്ടോ? ഇയാളുടെ ആരോപണം പൂർണ്ണമായും പോലീസ് നിഷേധിക്കുമ്പോഴും വെറുതെ ഇങ്ങനെ ആരോപണം ഉയരില്ലല്ലോ അരുൺ. തീർച്ചയായും അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം അദ്ദേഹം നമ്മളോട് പ്രതികരിക്കുന്നത് തന്നെ ഇയാളെ ഇതുവരെ ഒരു കേസോ മറ്റു വഴക്കോ ഒന്നും തന്നെയില്ല, തന്റെ മാതാപിതാക്കളല്ലാതെ മറ്റൊരാൾ ഇതുവരെ ജീവിതത്തിൽ അടിച്ചിട്ടുമില്ല എന്ന് ആ വൃദ്ധൻ കരഞ്ഞ് സംസാരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ പറയുന്ന സ്ഥലത്ത് മറ്റു തെളിവുകൾ എന്ന് പറയുമ്പോൾ CCTV-യോ അങ്ങനെയൊന്നുള്ള ഒരു ഗ്രാമപ്രദേശമാണ് ഈ പറയുന്ന കുക്കുറണി എന്ന് പറയുന്ന സ്ഥലം. വളരെ ജനസാന്ദ്രമായ സ്ഥലമൊന്നുമല്ല. ഈ പറയുന്ന ഒരു റോഡാണ്. അവിടെ റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലമാണ്, നടക്കുന്നുണ്ടെന്നൊഴിച്ച് ഈ പറയുന്ന ഒരു വിജന പ്രദേശം കൂടിയാണ്. അവിടെയാണ് ഈ പറയുന്ന പോലീസിന്റെ ഒരു അതിക്രമം ഉണ്ടായത്. അപ്പോൾ CCTV ഉൾപ്പെടെ സാധനങ്ങൾ ഇല്ലെങ്കിലും ഇവർ പറയുന്നത് തന്നെ മർദ്ദിച്ചത് പോലീസാണ് എന്നുള്ളതും അത് കണ്ടെത്തി അതിനുവേണ്ട നടപടി സ്വീകരിക്കുന്നതും പോലീസാണ് എന്ന നിലപാടിലാണ് ഈ കുടുംബം നിൽക്കുന്നത്. കാരണം ഒരു പൗരന് ഒരു ആപത്തുണ്ടായാൽ അത് പോലീസിലല്ലേ പരാതിപ്പെടാൻ പറ്റൂ. പരാതിപ്പെടുമ്പോൾ അത് കണ്ടെത്തി നൽകുന്നത് പോലെ തന്നെ ആക്രമിച്ച പോലീസിനെതിരെയും പോലീസ് തന്നെ നടപടി സ്വീകരിച്ച് അതിനൊരു നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെയും ഭാസ്കരൻ നാടാരുടെയും നിലപാട്. രഞ്ജിത്ത്, ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.